കോട്ടയം നഗരസഭാ പെൻഷൻ തട്ടിപ്പ് കേസിൽ പ്രതി അഖിൽ സി വർഗീസുമായി നഗരസഭാ ഓഫീസിൽ തെളിവെടുപ്പ്. ഫയലുകളും അക്കൗണ്ട് ഇടപാടുകളും അടക്കം പ്രതിയുടെ സാന്നിധ്യത്തിൽ പരിശോധിച്ചു. മുൻ നഗരസഭാ ക്ലർക്കായ അഖിൽ പെൻഷൻ ഫണ്ടിൽ നിന്ന് 2.39 കോടി രൂപയാണ് തട്ടിയത്. ജോസി ബാബു ചേരുന്നു. ജോസി, എങ്ങനെ നടക്കുന്നു തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള പോലീസ് നടപടികൾ? ധന്യ, നഗരസഭയിലെ തെളിവെടുപ്പ് നടപടികൾ പൂർത്തിയാക്കി ഇപ്പോൾ അഖിലുമായി വിജിലൻസ് സംഘം മടങ്ങിയിട്ടുണ്ട്. പ്രധാനമായും അഖിൽ കൈകാര്യം ചെയ്തിരുന്ന ഫയലുകളും അതോടൊപ്പം അക്കൗണ്ട് വിവരങ്ങളും സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് തെളിവെടുപ്പിന്റെ ഭാഗമായി അന്വേഷണ സംഘം പരിശോധിച്ചത്. അതേസമയം ഇന്ന് സെക്രട്ടറി അവധിയായതിനാൽ സെക്രട്ടറിക്ക് അഖിൽ അയച്ച മെയിലുകളും അതോടൊപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഫയലുകളുടെ വിവരങ്ങളും ശേഖരിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ വീണ്ടും ഒരു ദിവസം കൂടി ഈ നഗരസഭയിൽ എത്തിച്ചുള്ള തെളിവെടുപ്പിനുള്ള സാധ്യതയുണ്ട്. കൂടാതെ കൊല്ലത്തുള്ള ഇയാളുടെ വീട്ടിലും ധനകാര്യ സ്ഥാപനങ്ങളിലടക്കം തെളിവെടുപ്പ് നടത്തുവാൻ അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് കോട്ടയം വിജിലൻസ് കോടതി പ്രതിയെ 5 ദിവസം അന്വേഷണ സംഘത്തിന് കസ്റ്റഡിയിൽ അനുവദിച്ചത്. ഇന്ന് ഒരു ദിവസം പൂർത്തിയായിട്ടുണ്ട്. നാളെ തന്നെ ഈ പ്രതിയുമായി ഇവർ കൊല്ലത്തേക്ക് തിരിക്കുകയും ചെയ്യും. ഇതിനിടെ പരമാവധി വിവരങ്ങൾ ഇയാളിൽ നിന്നും ചോദിച്ചറിയുന്നതിന് വേണ്ടി ചോദ്യം ചെയ്യലും പുരോഗമിക്കുകയാണ്. 2020 മുതൽ 2024 വരെയുള്ള കാലയളവിൽ കോട്ടയം നഗരസഭയിൽ ക്ലർക്കായി ജോലി ചെയ്തിരുന്ന അഖിൽ അമ്മയുടെ അക്കൗണ്ടിലേക്ക് കോട്ടയം നഗരസഭയുടെ പെൻഷൻ തുക വക മാറ്റിയാണ് തട്ടിപ്പ് നടത്തിയത്. 2.39 കോടി രൂപയുടെ തട്ടിപ്പാണ് പ്രതി നടത്തിയത്. കഴിഞ്ഞ വർഷം രജിസ്റ്റർ ചെയ്ത കേസിൽ കഴിഞ്ഞ മാസം ഒടുവിലാണ് പ്രതി അഖിൽ വിജിലൻസിന്റെ പിടിയിലായത്.